ക്ഷീണമുണ്ട്. 2-3 ദിവസം കൂടെ റെസ്റ്റ് എടുക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ പൂർവാധികം ശക്തിയോടെ പ്രവർത്തനം രംഗത്ത് വരാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിനെ പറ്റി എത്ര അഭിനന്ദിച്ചാലും പോരാ. കാരണം ഞാൻ അവിടെ ചെന്ന് അവിടുത്തെ ഡോക്ടർമാരുടെ ആ സേവനം, ആ സിസ്റ്റേഴ്സിന്റെ പ്രവർത്തനമൊക്കെ എത്രമാത്രം അഭിനന്ദിച്ചാലും പോരാ. പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെന്റ് പണമായത് മുഴുവൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒന്നും കൊടുക്കുന്നില്ല. സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന മോദി ഗവൺമെന്റ് എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ പറയുമ്പോൾ അന്നേരം BJP അതല്ല. ഒയ്യോ സംശയം ഉണ്ടെന്ന് BJP അടുത്ത നിയമസഭാ ഇലക്ഷനിൽ കേരളത്തിൽ എത്ര സീറ്റ് കിട്ടിയെന്ന് ചോദിച്ചു കാണിച്ചത്. ധൈര്യമായിട്ട് ഒന്നും പഠിക്കില്ല. നമസ്കാരം. PC ജോർജിനെ കാണുന്നതിനായി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ എത്തി. PC ജോർജിന്റെ വസതിയിലെത്തിയാണ് അദ്ദേഹം സന്ദർശനം നടത്തിയത്. PC ജോർജ് മകൻ ഷോൺ ജോർജുമായി ഏറെ നേരം സുരേന്ദ്രൻ സംസാരിച്ചു. രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പങ്കുവച്ചു. മതവിദ്വേഷ പരാമർശത്തെ തുടർന്നുണ്ടായ കേസിൽ ജാമ്യം നേടുകയും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന PC ജോർജ് ഇന്നലെയാണ് വീട്ടിലെത്തിയത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട്. അദ്ദേഹം വീട്ടിൽ വിശ്രമത്തിലാണ്. വീട്ടിലെത്തിയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യ കാര്യങ്ങളൊക്കെ തിരക്കുകയും BJP സംസ്ഥാന പ്രസിഡന്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിനൊപ്പം തന്നെ BJPയുടെ മറ്റ് നേതാക്കളൊക്കെ ഇവിടെ എത്തിയിരുന്നു. പ്രവർത്തകരും അദ്ദേഹത്തിനെ കാണുന്നതിനായി എത്തിയിരുന്നു. ഏതായാലും PC ജോർജിന്റെ വീട്ടിൽ K സുരേന്ദ്രൻ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം നമ്മളോട് പ്രതികരിച്ച വാക്കുകൾ നമുക്ക് കേൾക്കാം. ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? സത്യത്തിൽ ഈ ക്ഷീണമുണ്ട്. 2-3 ദിവസം കൂടെ റെസ്റ്റ് എടുക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ പൂർവാധികം ശക്തിയോടെ പ്രവർത്തനം രംഗത്ത് വരാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും എല്ലാ ടെസ്റ്റും നടത്തിയിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് എല്ലാം വന്നിട്ടുണ്ട്. അതൊക്കെ വളരെ നല്ല നിലയിൽ തന്നെ പ്രവർത്തിച്ച് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും. പേടിക്കാനൊന്നും ഇല്ലെന്നാണ് എന്റെ ഒരു ഉറച്ച വിശ്വാസം. പിന്നെ പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകും. അപ്പം പനിയാ, തലവേദന എന്നത് മാറി നിൽക്കാൻ പറ്റും. അതാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം. കോട്ടയം മെഡിക്കൽ കോളേജിനെ പറ്റി എത്ര അഭിനന്ദിച്ചാലും പോരാ. കാരണം ഞാൻ അവിടെ ചെന്ന് അവിടുത്തെ ഡോക്ടർമാരുടെ ആ സേവനം, ആ സിസ്റ്റേഴ്സിന്റെ പ്രവർത്തനമൊക്കെ എത്രമാത്രം അഭിനന്ദിച്ചാലും പോരാ. ഞാൻ കിടന്ന ഒരു ഇന്റൻസീവ് ICUലാണ്. അതിന്റെ HOD എന്ന് പറയുന്ന ഒരു ഹൈറനീസ എന്ന് പറയുന്ന ഒരു ഡോക്ടർ. എന്റെ ദൈവം എന്തൊരു നല്ല സ്വഭാവമുള്ള ഒരു സ്ത്രീയാണ്. അതിന്റെ ഞാനവിടെ കിടക്കുമ്പോൾ ഒരാൾ മരിച്ചു. നമ്മുടെ പഴയ നമ്മുടെ വീരമല MLA തോമാച്ചന്റെ ഡ്രൈവറാണ് മരിച്ചത്. മരിക്കുന്നതിന് മുമ്പ് അവരോട് കരഞ്ഞുകൊണ്ട് ഇയാൾ കിടന്ന് കരഞ്ഞപ്പോഴത്തേക്കിന് ആ സ്ത്രീ, ഈ ഡോക്ടർ തന്നെ നേഴ്സുമാർ ഓടിച്ചെന്ന് ഇടിച്ച് കഴിച്ച് ഞാൻ കണ്ടോണ്ടിരിക്കുക. അത്ഭുതം തോന്നി. അയാൾ ജീവൻ കൊടുത്തു കഴിച്ച് ഈ ഇറങ്ങിക്കുമ്പോ ഡോക്ടറെ നഴ്സുമാരുടെ മുഖത്തെ സന്തോഷം കാണണം. പക്ഷെ അരമണിക്കൂർ കഴിയുമ്പോൾ മരിച്ചുപോയി. ഞാൻ പറഞ്ഞത് സേവന താല്പര്യരായ ഒരുപറ്റം ഡോക്ടർമാരെയും നഴ്സുമാരെയും സിസ്റ്റേഴ്സിന്റെയും വലിയൊരു കൂട്ടായ്മയാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജ്. എല്ലാ ടെസ്റ്റും ഉണ്ട്. വളരെ മാന്യമായി, അഭിമാനകരമായി എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെന്റ് പണമായത് മുഴുവൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒന്നും കൊടുക്കുന്നില്ല. സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന മോദി ഗവൺമെന്റ് എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ പറയുമ്പോൾ അന്നേരം BJP അതല്ല. സെൻട്രൽ ഗവൺമെന്റ് ആണ് ഈ മെഡിക്കൽ കോളേജിലുള്ള എല്ലാ മരുന്നും, കംപ്ലീറ്റ് മരുന്ന് കൊടുക്കുന്നത്, എല്ലാം കൊടുക്കുന്നുണ്ട്. ഈ സന്തോഷത്തിൽ പ്രസിഡന്റ് സഭയായിട്ട് ഞാനിങ്ങനെ 5-8 ദിവസം ആശുപത്രി കിടന്നു. അതുപോലെ നമുക്ക് ക്ഷീണമുണ്ടെന്നുള്ളത് എനിക്ക് ബോധ്യമായിന്ന് വന്ന് വരിക എന്നൊരു മര്യാദയാണല്ലോ സംസ്ഥാന പ്രസിഡന്റ്. ആ മര്യാദ എന്നതിന് അദ്ദേഹം വന്നു, കണ്ടു, സംസാരിച്ചു. രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടൊക്കെ പറഞ്ഞു. അദ്ദേഹം പോയി. പത്തനംതിട്ടയ്ക്കാണ് പോയി. ഒയ്യോ സംശയം ഉണ്ടെന്ന് BJP അടുത്ത നിയമസഭാ ഇലക്ഷനിൽ കേരളത്തിൽ എത്ര സീറ്റ് കിട്ടിയെന്ന് ചോദിച്ചു കാണിച്ചത്. ധൈര്യമായിട്ട് ഒന്നും പഠിക്കില്ല. പ്രത്യേകിച്ചൊന്നുമില്ല. PC-യുടെ ആരോഗ്യസ്ഥിതി ഒന്ന് അറിയാൻ വേണ്ടി മാത്രം വന്നതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പോകുന്ന സമയത്തുണ്ടായതിനേക്കാൾ കൂടുതൽ ഊർജ്ജസ്വലനായിട്ടാണ് PC ഇരിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം കണ്ടുപിടിക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഈ സമയം അദ്ദേഹത്തിന് സാധിച്ചു. എല്ലാ ചെക്കപ്പുകളും നടത്തി കൂടുതൽ ഊർജത്തോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രവർത്തിക്കാനുള്ള ആവേശത്തോടു കൂടിയാണ് അദ്ദേഹം ഇപ്പൊ നിൽക്കുന്നത്. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില ഇതുപോലെ
ഭയാനകമായ ഒരു സ്ഥിതിയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഏത് നിമിഷവും ആരും വേണമെങ്കിൽ കൊല്ലപ്പെടാവുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ കേരളത്തിൽ. കൊച്ചുകുട്ടികൾ മുതൽ സ്കൂൾ വിദ്യാർത്ഥികൾ, LP UP സ്കൂൾ കുട്ടികൾ മുതൽ വയോവൃദ്ധർ വരെയുള്ള ആൾക്കാർ അതിഭീകരമായിട്ട് കൊല ചെയ്യപ്പെടുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. ഇതുപോലത്തെ അക്രമങ്ങൾ നമ്മള് വിദേശ സിനിമകളിൽ മാത്രം കണ്ടിട്ട് പരിചയമുള്ള അക്രമങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുക. UP സ്കൂളുകളിലും ഹൈസ്കൂളുകളിലും എല്ലാം വന്ന് ഇതുപോലുള്ള അക്രമം നടത്താൻ പരിശീലനം കിട്ടിയ ആൾക്കാർക്ക് പരിശീലനം കിട്ടിയിരിക്കുന്നു. പല കൊലപാതകം വെഞ്ഞാറമൂടിൽ ഒരു കുടുംബത്തിലുണ്ടായിട്ടുള്ള അതിഭീകരമായ കൊലപാതകം ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കൊലപാതകമാണ്. അതൊരു സാധാരണ സംഭവമല്ല. വിദഗ്ധമായ പരിശീലനം എവിടുന്നോ കിട്ടിയിരിക്കുന്നു എന്ന് വേണം കണക്കാക്കാൻ. ഏത് UP സ്കൂളിന് മുമ്പിലും MDMA ഉൾപ്പെടെയുള്ള രാസ മയക്കുമരുന്നുകൾ സുലഭമായിട്ട് കേരളത്തിൽ കിട്ടുന്നു. ഇതൊന്നും ഒരു സാധാരണ സംഭവമല്ല. ഇതിനൊക്കെ പിന്നിൽ വലിയ വലിയ ശക്തികളുണ്ട്. കേരളത്തിൽ മയക്കുമരുന്ന് ഇടപാടിന് നേതൃത്വം നൽകുന്നത് മതഭീകരവാദ സംഘടനകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ്. ഒരു അന്വേഷണവും ഈ പിണറായി വിജയൻ നടത്തുന്നില്ല. ഇപ്പൊ ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തു, പിടിക്കുന്നു. അങ്ങനെയാണ് ഡി ഹണ്ട് എന്നൊക്കെ പറഞ്ഞ് പോലീസ് ഇറങ്ങിയിട്ടുണ്ട്. താമരശ്ശേരിയിൽ ഒരു ചെറിയ കുട്ടി ദാരുണമായി കൊല ചെയ്യപ്പെടുന്നത് വരെ കാത്തിരിക്കണമായിരുന്നു കേരള പോലീസ്. എവിടുന്നാണ് ഈ രാസലഹരി കേരളത്തിലേക്ക് വരുന്നത്? ആരാണിത് ട്രാഫിക് ചെയ്യുന്നത്? ഈ മയക്കുമരുന്ന് സംഘങ്ങൾ എവിടുന്നാണ് മുളപൊട്ടി വരുന്നത്? ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അടക്കം ആരാണ് ഇവർക്ക് വിതരണം ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത്? ഏത് മാളത്തിലാണ് പിണറായി വിജയന്റെ പോലീസ് പോയി ഒളിച്ചിരിക്കുന്നത്? ഇത്രയും ദാരുണമായ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ കൈമലർത്തുകയാണ് മുഖ്യമന്ത്രി. ഇന്നലെ പറയുന്നത് കേട്ടു, പഠന വിധേയമാക്കണം. 9 കൊല്ലമായില്ലേ പഠിക്കുന്നു. കേരളം ജീവിക്കാൻ കഴിയാത്ത നാടായി കഴിഞ്ഞ 9 കൊല്ലം കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ ശക്തമായ നടപടി ഉണ്ടായെങ്കിൽ ഇതെല്ലാം അവസാനിക്കുമായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ പിന്തുണയുമുണ്ട്. ഇന്നും ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജി പറഞ്ഞിരിക്കുന്നു, മയക്കുമരുന്ന് കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് ശക്തമായിട്ടുള്ള പിന്തുണയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് ഒരു തരത്തിലും നടപടി എടുക്കുന്നില്ല. ഇത് വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ ഭാവി തലമുറയെ ഗുരുതരമായി ബാധിക്കുന്ന പ്രശ്നമാണ്. ഞങ്ങൾ ഈ വിഷയത്തിൽ ശരിയായ നിലയിലുള്ള പ്രചാരണവും സമരവും ആരംഭിക്കുകയാണ്. ഈ 8-ാം തീയതി വനിതാ ദിനത്തിൽ ഞങ്ങൾ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ എല്ലാ ജില്ലകളിലും, പ്രത്യേകിച്ച് സ്ത്രീകളെ അധികം പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയത്തിൽ ജാഗ്രതയും ബോധവൽക്കരണവും പ്രതിഷേധവും ഞങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. BJP ആണല്ലോ, പിന്നെ എന്തിനാണ് ഞങ്ങൾ വേറെ BJP ആളൊക്കെ പിന്തുണയില്ല. BJP കാരനാണല്ലോ ഉദ്ദേശിച്ചത്. പണ്ടാണെങ്കിൽ പറയായിരുന്നു, ഇത് PC ജനപക്ഷമായിരുന്ന കാലത്താണെങ്കിൽ ഈ ചോദ്യത്തിന് പ്രസക്തി. ഇവിടെ സീനിയർ നേതാവാണ്. പിന്നെ ആ ചോദ്യത്തിൽ എന്താ പ്രസക്തി? ചാനൽ ചർച്ചയിൽ മതവിദ്വേഷ പരാമർശത്തെ തുടർന്ന് PC ജോർജിനെതിരെ എടുത്ത കേസ്, പിന്നീടുണ്ടായ അറസ്റ്റ്, അതൊക്കെ വലിയ ചർച്ചയായിരിക്കുന്ന സാഹചര്യത്തിലാണ് BJP സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് അദ്ദേഹത്തിനെ സന്ദർശിക്കുന്നതിനായി എത്തിയത്. ഏതായാലും ജാമ്യം നേടിയതിനു ശേഷം ആശുപത്രി ചികിത്സയും കഴിഞ്ഞ് PC ജോർജ് ഇപ്പോൾ ഇവിടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യ വിവരങ്ങൾ തിരക്കുന്നതിനായി നിരവധി പ്രവർത്തകരും ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഏതായാലും BJP സംസ്ഥാന പ്രസിഡന്റ് വരവോടെ ഈ വിഷയം പുതിയൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് കൂടി വേദിയായി മാറുകയാണ്. PC ജോർജിന് എല്ലാ പിന്തുണയും നൽകുന്നതായാണ് BJP സംസ്ഥാന പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, ഈരാറ്റുപേട്ട.